കണ്ട ഗൈസ്, ദേ നീളത്തിലിരിക്കുന്നുണ്ടാ, ഇത് കണ്ട ക്ലിയർ ആയിട്ട് കാണാം. ഹലോ ഫ്രണ്ട്സ്, ഫിഷ് ആംഗിലേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ മെയിലും ഫീമെയിലും എങ്ങനെ സെലക്ട് ചെയ്യാം, അതായത് മെയിലും ഫീമെയിലും എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതാണ്. അപ്പോൾ പല ആളുകളും നമ്മൾ ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആളുകളും അതിൻ്റെ കമൻറ്റുകളിൽ കണ്ടിരുന്നു ഗോൾഡ് ഫിഷിൻ്റെ മെയിലും ഫീമെയിലും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇടാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മുടെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 4 പോയിൻറ്റ്സാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി ഷേപ്പാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെൻറ്റുകളുടെ വ്യത്യാസമാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് മെയിലും ഫീമെയിലും ചേസിങ്ങിനെ പറ്റിയിട്ടാണ്. നാലാമെന്ന് പറയുന്നത് ട്യൂബർക്കിൾസ് ആണ്. ട്യൂബർക്കിൾസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഡോട്ടുകളാണ്. ഫസ്റ്റ് ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ ബോഡി നല്ല ബൾജായിരിക്കും അതിൻ്റെ ബെല്ലി ഇരിക്കുക. മെയിലിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലെൻഡർ ആയിട്ടായിരിക്കും അതിൻ്റെ ബോഡി ഇരിക്കുന്നത്. രണ്ടാമെന്ന് പറയുന്നത് വെൻ്റാണ്. അതായത് ഫീമെയിലിൻ്റെ വെൻ്റ് എന്ന് പറയുന്നത് റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും. ഫീമെയിലിൻ്റെ വെൻ്റ് എന്ന് പറയുന്നത്, മെയിലിൻ്റെ വെൻ്റ് എന്ന് പറയുന്നത് നല്ല ലോങ്ങർ ആയിട്ടായിരിക്കും, റൗണ്ട് ആയിരിക്കത്തില്ല, ലോങ്ങർ ആയിട്ടായിരിക്കും, ഒരു വര പോലെ ആയിരിക്കും മെയിലിൻ്റെ വെൻ്റ് ഇരിക്കുന്നത്. പിന്നെ മൂന്നാമത് ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിലിനെ മെയിൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫീമെയിൽ ഫ്രണ്ടിലായിരിക്കും, മെയിൽ ബാക്കിലായിരിക്കും. അപ്പോൾ ഈ ചേസിങ്ങിൽ രണ്ടിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ ട്യൂബർക്കിൾസ് എന്ന് പറഞ്ഞത് അതിൻ്റെ ചകിളേൻ്റെ സൈഡിൽ ഡോട്ടുകളുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നിരിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി ആവുന്ന സമയത്താണ് നമുക്ക് ഈ ട്യൂബർക്കിൾസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഒരു 3-4 ഡോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നമ്മൾ വാങ്ങിച്ച ഗോൾഡ് ഫിഷിൻ്റെ മെയിലും ഫീമെയിലും ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം അതിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോൾഡ് ഫിഷ് കിടക്കുന്ന ടാങ്കിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഗോൾഡ് ഫിഷ് കിടക്കുന്ന ടാങ്കിൽ എത്തിയിട്ടുണ്ട്. ഫ്രിഡ്ജ് ബോക്സിന് ഇട്ടേക്കുന്നത് അന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടത് സിമെൻറ്റ് ടാങ്കിൽ തന്നത്. അപ്പോൾ നമ്മൾ ഫീഡിങ് ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് മാറ്റിയത്. ഇപ്പോൾ തൽക്കാലം ഞാനൊരു മെയിലിനെയും ഫീമെയിലിനെയും എടുത്ത് കാണിച്ചു തരാം. ഇത് ഫീമെയിലാണ്. ഇവൻ മെയിലാണ്. ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബോഡി ഷേപ്പ് തന്നെ നോക്കാം. ബോഡി ഷേപ്പ് നമ്മൾ മുകളിൽ നോക്കാൻ നേരത്ത് ഇതിൻ്റെ ഈ വയറ് കണ്ട ഇവിടെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 2 സൈഡിലും ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ വയറെന്ന് പറയുന്നത്. നമുക്കിത് ക്ലിയർ ആയിട്ട് ഫീമെയിലിൻ്റെ മുകളിൽ നിന്ന് നോക്കാൻ നേരത്തെ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത് നല്ലപോലെ ബൾജിങ് ഉണ്ട്. ഇനി മെയിൽ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഒട്ടും ബൾജിങ് ഇല്ല. സ്കെൽറ്റായിട്ടാണ് മെയിലിൻ്റെ ബോഡി പോയേക്കുന്നത്. കണ്ടില്ലേ, ഫീമെയിലിൻ്റെ ബോഡി ഇത് ഇവിടെ 2 സൈഡും ബൾജിലാണ് സംഭവം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ബൾജിലാണ്. മെയിലിൻ്റെ പറയുന്നത് സ്ലെൻഡറാണ്, ലോങ്ങറാണ് സംഭവം, സ്ലെൻഡറായിട്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ഫീമെയിൽ, ഇത് മെയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ വെൻറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാം. വെൻറ്റ് 2 ടൈപ്പാണ്. ഫീമെയിലിൻ്റെ വെൻ്റാണെങ്കിൽ റൗണ്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, മെയിലിൻ്റെ വെൻ്റാണെങ്കിൽ ലെങ്ത് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫീമെയിലിൽ കാണിച്ചു തരാം. കണ്ട, റൗണ്ടഡ് ആയിട്ടാണ് ഫീമെയിലിൻ്റെ വെൻ്റ് ഇരിക്കുന്നത്. ഇനി നമുക്ക് മെയിലിന് എടുക്കാം. മെയിലിൻ്റെ വെൻ്റ് എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫീമെയിലിൻ്റെ വെൻ്റ് കണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ വെൻ്റ് ഇരിക്കുന്നത്. കണ്ട ഗൈസ്, ദേ നീളത്തിലിരിക്കുന്നുണ്ടാ, ഇതാണ് മെയിലിൻ്റെ വെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇത് നമുക്ക് ചേസിങ് കാണിക്കാം. മൂന്നാമത് നമ്മൾ കാണിക്കുമ്പോൾ ചേസിങ് ആണ്. അത് ഇതിനകത്ത് ഇപ്പോൾ എന്തായാലും നടക്കത്തില്ല, എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനെ കൊണ്ടുവന്നിട്ടപ്പോൾ ചെറിയ ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേസിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫ്രണ്ടിൽ പോകുന്നത് ഫീമെയിലാണ്, ബാക്കിൽ പോകുന്നതെല്ലാം മെയിലുകളാണ്. ഇനി നമുക്ക് നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ട്യൂബർക്കിൾസ് ആണ്. അതിൻ്റെ ചെകിളിൽ ട്യൂബർക്കിൾസ് എന്ന സംഭവമാണ്. അതായത് അതിൻ്റെ ചെകിളയിൽ കുത്തുകുത്തായിട്ടുള്ള സംഭവം ഉണ്ടാവും, കുത്തുകുത്തായിട്ട് ചെറിയ ഡോട്ടുകൾ ഉണ്ടാവും. അതാണ് ട്യൂബർക്കിൾസ് എന്ന് പറയുന്നത്. അല്ല വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
കുറേ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാണ് കാണുള്ളൂ. നോക്കട്ടെ ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല, അത്രയ്ക്ക് ചെറിയ ചെറിയ കുത്തുകളാണ്. ദേ 1 2 ഓ ഇത് കണ്ട ക്ലിയർ ആയിട്ട് കാണാം. ദേ ക്ലിയർ ആയിട്ട് കാണാം, പക്ക 3 ഡോട്ട്സ് ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫീമെയിലിന് ഈ ട്യൂബർക്കിൾസ് ഉണ്ടാവില്ല. ഒന്ന് ഫീമെയിലെടുത്തേ കണ്ട, ഫീമെയിലിൻ്റെ പ്ലെയിൻ ചെകളയാണ്, പ്ലെയിൻ ചെകള കണ്ട, പ്ലെയിൻ ചെകളയാണ് ഫീമെയിൽസിൻ്റെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ അടയാളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, മെയിലും ഫീമെയിലിൻ്റെ എല്ലാ അടയാളങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ച് നമ്മൾ ടാങ്കിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നല്ലപോലെ ഫുഡ് കൊടുത്ത് പക്ക ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ പിന്നെ ബ്രീഡിങ്ങിന് ഇടുള്ളൂ. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ഫിഷിൻ്റെ മെയിലും ഫീമെയിലും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഗോൾഡ് ഫിഷ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് ബെറ്റ ഫിഷിനെ പോലെ നമുക്ക് മാസം നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഫിഷിൻ്റെ ബ്രീഡിങ് നമ്മുടെ മഴ സീസണിൽ നടക്കുന്നത്. അതായത് മഴയൊക്കെ പെയ്ത് ആ വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വാമായി വരുന്ന ടൈമിലാണ് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ ബ്രീഡിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡ് ഫിഷ് മെയിലും ഫീമെയിലും, അതായത് ഫീമെയിലിനെ മെയിൽ ചേസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ മെയിലിനെയും ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് നല്ലപോലെ ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രീഡിങ്ങിന് ഇടുള്ളൂ. ബ്രീഡിങ്ങിന് ഇടുമ്പോൾ നമ്മൾ നെറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടിട്ട് ബ്രീഡിങ് കഴിയുമ്പോൾ എഗ്ഗ് ലേ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയിടും. മെയിലും ടാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോകളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.